ഹലോ ഗായ്സ്, ബ്രദറിന്റെ മാരേജിനായിട്ട് അയർലൻഡിൽ നിന്ന് ഇന്ത്യയിലേക്ക് ഫസ്റ്റ് ടൈം പോകുന്ന വീഡിയോ ആണിത്. സോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. തുടക്കത്തിൽ തന്നെ ഗൂഗിൾ മാപ്പ് ഞങ്ങളെ ചെറുതായിട്ടൊന്ന് പറ്റിച്ചു. ഓർമൻകോയ് എന്ന് പറഞ്ഞ ബസ് സ്റ്റോപ്പിൽ ബസ് വരും എന്ന് പറഞ്ഞ് നോക്കി നിന്നിട്ട് ബസ് ഒന്നും വന്നില്ല. പിന്നെ കണ്ട അടുത്ത ബസ്സിലെ ഡ്രൈവറേനോട് ചോദിച്ചപ്പോ കേറിക്കോ, അടുത്ത സ്റ്റോപ്പിൽ കൊണ്ടാക്കാം, അവിടെ 782 നിർത്തുമെന്ന് പറഞ്ഞു. ബിൻസി ബാബു എന്റെ പെട്ടി പിടിച്ച് ഓടുകയായിരുന്നു. അങ്ങനെ ഞങ്ങൾക്ക് 782 ബസ് കിട്ടി. അത്യാവശ്യം നല്ല സീറ്റിംഗ് അറേഞ്ച്മെന്റ് ഒക്കെ ഉള്ള ഒരു ലക്ഷൂറിയസ് ബസ്സാണ് ഡബ്ലിൻ എക്സ്പ്രസ്. സിറ്റിയിൽ നിന്ന് ഈ ഒരു ഒറ്റ ബസ് കയറിയ ഡയറക്റ്റ് നമുക്ക് എയർപോർട്ടിൽ ചെന്ന് ഇറങ്ങാം. ഒരു ഹാഫ് ആൻ അവർ താഴെയുള്ളൂ ടോട്ടൽ ജേർണി ഫ്രം ഡബ്ലിൻ സിറ്റി ടു എയർപോർട്ട്. അത് നമ്മൾ സാധാരണ നോർമൽ ബസ് കയറിയാൽ ഒരുപാട് ടൈം എടുക്കും. ഡബ്ലിൻ എക്സ്പ്രസ് ആണെങ്കിൽ ഒരു ടണലിന്റെ ഉള്ളിൽ കൂടിയാണ് ട്രാവൽ ചെയ്യുന്നത്. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമ്മൾ എയർപോർട്ടിലെത്തും. പക്ഷെ എക്സൈറ്റ്മെന്റ് കാരണം എനിക്കവിടെ എത്താത്തത് പോലെ ഫീൽ ചെയ്തു, അത്രയും ടൈം എടുത്തതുപോലെ. എയർപോർട്ട് കണ്ടപ്പോൾ തന്നെ എന്തെന്നില്ലാത്ത സന്തോഷം. എങ്ങനെ ഇത് എക്സ്പ്രസ് ചെയ്യണമെന്ന് പോലും അറിയില്ല. എങ്ങനെയെങ്കിലും ലഗേജ് എടുത്ത് ഓടി ഫ്ലൈറ്റിൽ കയറിയാൽ മതി എന്നുള്ളൊരു തോന്നലായിരുന്നു. ഡബ്ലിൻ എയർപോർട്ട് ഒരു വലിയ എയർപോർട്ടൊന്നുമല്ല, ഒരു കൊച്ചു എയർപോർട്ടാണ്. ഇത് ഓൺലൈൻ ചെക്ക് ഇൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ വലിയ ക്യൂ അവോയ്ഡ് ചെയ്തിട്ട് നേരിട്ട് ഡെസ്കിന്റെ അവിടെ ചെല്ലാം. പക്ഷെ എനിക്കത് അറിയില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ ഈ ക്യൂ എല്ലാം കഴിഞ്ഞ് പയ്യാണ് അവിടെ എത്തി. ഇവിടെ ലിക്വിഡ് ഐറ്റംസ് എല്ലാം നമ്മളൊരു സെപ്പറേറ്റ് കവറിൽ പാക്ക് ചെയ്തിട്ട് ആ കവർ നമ്മൾ സെപ്പറേറ്റ് ഒരു ട്രെയിൽ ഇട്ടിട്ട് വേണം ചെക്കിങ്ങിന് വിടാൻ. ഈ റൂള് മാറ്റാൻ പോകുന്നു കേട്ടു, പക്ഷെ ഞാൻ ചെന്ന ടൈമിൽ അത് ആപ്ലിക്കബിൾ ആയിരുന്നില്ല. എന്നിട്ടും എനിക്ക് ഗേറ്റ് ഓപ്പൺ ചെയ്യാൻ ഇഷ്ടം പോലെ സമയം ഉണ്ടായിരുന്നു. അതുകൊണ്ട് പിന്നെ ടൈം കളയാൻ വേണ്ടി ഞാൻ ഡ്യൂട്ടി ഫ്രീയിലൊക്കെ ഒന്ന് കറങ്ങി ഒരു ഡീസലിന്റെ പെർഫ്യൂം ഒക്കെ വാങ്ങി. എന്നിട്ട് ഡ്യൂട്ടി ഫ്രീയിലുള്ള ബാക്കിയുള്ള ബ്രാൻഡ്സിന്റെ ഓർഡറെല്ലാം ട്രൈ ചെയ്ത് കുറെ സമയം അങ്ങനെ കളഞ്ഞു. പിന്നെ ബോർഡിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് ഞങ്ങളൊക്കെ സീറ്റിലേക്ക് ഇരുന്ന്. അപ്പോഴേക്കും ഒരു കൊച്ചു കാന്താരിയായിരുന്നു എന്റെ ഫ്രണ്ടിലിരുന്നത്. അതുകൊണ്ട് കുറെ ടൈം അവളായിട്ട് കളിച്ചു പോയി. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കുറച്ചു നേരം സിനിമയൊക്കെ കണ്ട് ഒരു നല്ല ഉറക്കം കൂടി കഴിഞ്ഞപ്പോഴത്തേക്കും ഇസ്താംബുളിലെത്തി. അത്യാവശ്യം നല്ല വലിയൊരു എയർപോർട്ടായിരുന്നു ഇസ്താംബുൾ എയർപോർട്ട്. ഇവിടത്തെ ഡ്യൂട്ടി ഫ്രീയില് പേർഷ്യൻ സ്റ്റൈൽ കുറെ ഡെക്കോർസ് അവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. നല്ല രസമുണ്ടായിരുന്നു. ആ എയർപോർട്ടിലെ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് വൈഫൈ മെഷീൻ കണ്ടുപിടിക്കലായിരുന്നു. കുറെ അലഞ്ഞ് അവിടെ ഇവിടെ ആൾക്കാരോടൊക്കെ ചോദിച്ചിട്ടാണ് വൈഫൈ മെഷീന്റെ അടുത്തെത്തിയത് തന്നെ. അപ്പോഴോ ആ മെഷീൻ വർക്ക് ചെയ്യുന്നില്ല. പിന്നെ അടുത്ത മെഷീൻ തപ്പിപ്പോയി. അപ്പോഴാണ് ഒരു സത്യം മനസ്സിലാക്കുന്നത്, ഈ എയർപോർട്ടിലെ ഒരു വൈഫൈ മെഷീനും വർക്കാവുന്നില്ല എന്ന്. എല്ലാ വൈഫൈ മെഷീന്റെ ഫ്രണ്ടിലും ഒരു വലിയ ക്യൂ ഉണ്ട്. അങ്ങനെ ടർക്കി എത്തി എന്ന് പോലും നാട്ടിലേക്ക് മെസ്സേജ് അയക്കാൻ പറ്റാതെ അടുത്ത ഫ്ലൈറ്റിൽ കയറി. ആ ഫ്ലൈറ്റ് ആണെങ്കിലോ ഫുൾ കാലി. ചോറ്, കടല, കോളിഫ്ലവർ. ഉറങ്ങണ നേരം ആകുമ്പോഴത്തേക്കും സ്ക്രീനൊക്കെ ഇത്രേ പെട്ടെന്ന് കത്ത്. ഓഫ് ചെയ്താലും കുറച്ചു കഴിഞ്ഞ് ഓണായി വരുന്നതാണ്. ഉറക്കണ്ടി സെറ്റപ്പാണ്. ഇവിടെ സ്വിച്ച് ഇട്ടാൽ ആ ലൈറ്റ് കത്തും, അത് കാണാൻ പറ്റില്ല. എന്റെ ലൈറ്റ് ഇട്ട് അവിടെ എവിടെ കത്ത്, അപ്പൊ ഇവിടെ കത്തും. ഇനി ഇവിടെ ഇടാം, അപ്പൊ എനിക്ക് ലൈറ്റ് കിട്ടും. അങ്ങനെ ഇവിടെ സ്വിച്ചിട്ട് അവിടെ ലൈറ്റ് കത്തും, അവിടെ സ്വിച്ചിട്ട് ഇവിടെ ലൈറ്റ് കത്തുന്ന ഒരു അടിപൊളി ഫ്ലൈറ്റിൽ നിന്ന് ഞങ്ങൾ മുംബൈയിലെത്തി. പിന്നെ ഞാൻ പോയി ലഗേജ് കളക്ട് ചെയ്ത് അടുത്ത എമിഗ്രേഷൻ പോയിന്റിൽ പോയി വീണ്ടും ലഗേജ് എല്ലാം ഡ്രോപ്പ് ചെയ്തു. അത്യാവശ്യം നല്ല ലോങ് ഫ്ലൈറ്റ് ആയതുകൊണ്ട് തന്നെ ഞാൻ മുംബൈയിലെ എയർപോർട്ടിൽ തന്നെ പല്ലൊക്കെ തേച്ച് ഡ്രസ്സൊക്കെ മാറി അവിടെ നിന്ന് തന്നെയാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത്. കുറെ കാലം കൂടി മസാല ദോശ കഴിച്ചപ്പോ ആഹാ എന്താ ഒരു സുഖം. പിന്നെ മുംബൈ എയർപോർട്ടൊക്കെ ഒന്ന് നടന്ന് കണ്ട് അവിടുത്തെ വൈഫൈ പോയിന്റ് തപ്പി നടപ്പായിരുന്നു അടുത്ത പരിപാടി. ഭാഗ്യത്തിന് ഇവിടുത്തെ മെഷീൻ വർക്കായതുകൊണ്ട് ഞാൻ എന്റെ ഫോൺ വൈഫൈ കണക്ട് ചെയ്ത് വീട്ടിലൊക്കെ വിളിച്ചു പറഞ്ഞു ഞാൻ ഇവിടെ മുംബൈ എത്തിയിരുന്നു. അത്യാവശ്യം നല്ല മോശം വെതറായിരുന്നു. അതിന് തലേ ദിവസമുള്ള എല്ലാ ഫ്ലൈറ്റ്സും ക്യാൻസൽ ചെയ്തു എന്നൊക്കെ പറഞ്ഞു കേട്ടു. അപ്പോൾ അന്നത്തെ ഫ്ലൈറ്റും ക്യാൻസൽ ആവോ ഇല്ലയോ എന്ന് ഓർത്ത് ടെൻഷൻ അടിച്ചിരുന്നപ്പോഴാണ് ബോർഡിങ്ങിന് വിളിച്ചത്. അങ്ങനെ 10-20 മണിക്കൂറിന്റെ ലോങ് ജേർണിയും ലേ ഓവറും എല്ലാം കഴിഞ്ഞ് ഫൈനലി ഞാൻ ട്രിവാൻഡ്രം എയർപോർട്ടിലെത്തി. അങ്ങനെ അവരെ കാണാൻ വേണ്ടി വിളിച്ചപ്പോഴാണ് അവരൊരു സത്യം പറയുന്നത്. അവർ ബ്ലോക്കിൽ കിടക്കുകയാണ്, കുറച്ചു നേരം വെയിറ്റ് ചെയ്യണമെന്ന്. അങ്ങനെ അവരെ വെയിറ്റ് ചെയ്ത് വീണ്ടും ഒരു 1 മണിക്കൂർ ട്രിവാൻഡ്രം എയർപോർട്ടിൽ പോസ്റ്റ് അടിച്ചിരുന്നു. പക്ഷെ ആ ട്രാവലിന്റെ ക്ഷീണം എല്ലാം അവരെ കണ്ടപ്പോഴേക്കും മാറി. പിന്നെ ഭയങ്കര ഹാപ്പി ആയിരുന്നു. അതിന് നേരിക്കണ്ട സന്തോഷം പറഞ്ഞറിയിക്കാൻ വയ്യ. അവനൊരു ചോക്ലേറ്റും കൊടുത്ത് ഒന്ന് എടുത്ത് കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്തപ്പോഴേക്കും
കുറേ നാളായിട്ട് മനസ്സിലുണ്ടായ ആ ഭാരം കുറേ അങ്ങ് കുറഞ്ഞതുപോലെ. അപ്പോൾ കല്യാണത്തിൻ്റെ ബാക്കി വിശേഷങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ കാണാം. സോ ബൈ, സീ യു ഗൈസ് ഓൺ ദ നെക്സ്റ്റ് വീഡിയോ.